വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സൂറ നിസായിൽ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ മക്കളുടെ ഓഹരികളെക്കുറിച്ച് സംസാരിച്ചു, പിന്നെ മാതാപിതാക്കളുടേത് സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അസ്വാജ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ പിതാക്കൾ അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ, ലാ തദറൂന, നിങ്ങൾക്കറിയുകയില്ല, അയ്യുഹും അഖറബു ലക്കും നഫ്ആ, ഇവരിൽ ഏതൊരാളാണ് ഉപകാരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമുള്ളവരായി തീരുക എന്ന്. ഉപകാരത്തിൽ, നഫ്അ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം. ദുനിയാവിൽ നമുക്ക് മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാകും, അതേപോലെ തന്നെ മാതാപിതാക്കളെ കൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കേണ്ട ബാധ്യതയുള്ളവരാണ്, കടമയുള്ളവരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ ഈ ഓഹരികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹ് പറഞ്ഞ മാതിരി തന്നെ എല്ലാവർക്കും വീതിച്ചു നൽകണം. അതുകൊണ്ട് അതിൻ്റെ സമാപനമായി അല്ലാഹു പറയുന്നത്, ആബാഉക്കും വ അബ്നാഉക്കും ലാ തദറൂന അയ്യുഹും അഖറബു ലക്കും നഫ്ആ. ഇതിൽ വ്യത്യസ്തമായ രീതിയിലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്ത് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല, പഠിച്ചവനതറിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വത്ത് വീതം വെക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, ഉപകാരങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലാകട്ടെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഈ ഓഹരികൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഫരീളത്തൻ മിനല്ലാഹ് എന്നാണ്. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളൊരു ഫറലിൽ നിന്നാണ് എന്ത് വരുന്നത്? ഫരീള. ഫരീളത്തൻ മിനല്ലാഹ് ഐ ഫറളല്ലാഹു മാ ദുക്കിറ മിനൽ അഹ്കാമി ഫരീളത്തൻ. നേരത്തെ വിശദീകരിച്ചിട്ടുള്ള എല്ലാ ഹുക്കുമുകളും ഓരോ ആളുകൾക്ക് ഇത്ര ഓഹരിയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ അള്ളാഹു നിയമമാക്കി നിശ്ചയിച്ച് നിർബന്ധമാക്കി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ നിർണയമാകുന്നു അത്. കാരണം ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, അവൻ യുക്തിമാനുമാണ്. അള്ളാഹു അലീമുമാണ്, ഹക്കീമുമാകുന്നു. അപ്പോൾ നിങ്ങൾ ആദരപ്പത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ് അല്ലേ? എഴുത്തും വായനയും അറിയില്ല, കണക്കൂട്ടാനറിയാം, കണക്കുകൂട്ടാനൊന്നും അറിയില്ല. എന്നിട്ട് എഴുത്തും വായനയും അറിയാത്ത, കണക്ക് കൂട്ടാൻ അറിയാത്ത നിരക്ഷരനായ പ്രവാചകനാണ് ലോകാവസാനം വരെ ജീവിക്കുന്ന ഈ വിശ്വാസി സമൂഹത്തിന് അവരുടെ അനന്തര സ്വത്ത് എങ്ങനെ കൃത്യമായി വീതം വെച്ച് നൽകണം എന്നുള്ള നിയമം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് എന്ന് കേട്ടോ. 2-3 ആയത്തുകളിലാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ സൂറത്തു നിസായിലെ അവസാനം നമുക്ക് പഠിക്കാനുള്ള കലാലത്തിൻ്റെ ഭാഗമാണ് ഇതിലേക്ക് പിന്നെ ചേർത്ത് വെക്കേണ്ട ഭാഗം. ഇവിടെ നമ്മൾ 2 വിധത്തിലുള്ള കലാലത്ത്, അതിൻ്റെ നിയമങ്ങളെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഖുർആൻ. ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരിയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു, അൽ ഔലാദ്, അതേപോലെ തന്നെ വാലിദൈൻ, മാതാപിതാക്കളുടേത് പറഞ്ഞു, മക്കളുടേത് പറഞ്ഞു. ഇനി അസ്വാജിൻ്റെ
വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ്. വലക്കും നിങ്ങൾക്കുണ്ട്, നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതി കിട്ടുന്ന അവസ്ഥയുണ്ട്. ഭാര്യൻ്റെ സ്വത്തിൻ്റെ പകുതി എപ്പോഴാണ് കിട്ടുക? ഇല്ലം യകുൻ ലഹുന്ന വലദ്, അവർക്ക് കുട്ടികളൊന്നും ഇല്ല എങ്കിൽ. കുട്ടികളുണ്ടെങ്കിൽ എത്ര കിട്ടൂല? പകുതി കിട്ടൂല. അപ്പോൾ എത്രയേ കിട്ടുള്ളൂ? പകുതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. അതെത്രയാണ്? 1/4 കിട്ടുക. അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഓഹരിയായി കിട്ടുന്നത് ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ഒന്നുകിൽ പകുതി കിട്ടും, അല്ലെങ്കിൽ പകുതിൻ്റെ പകുതി. ഒന്നുകിൽ 2/1 കിട്ടും, അല്ലെങ്കിൽ 4/1 കിട്ടും. അത് രണ്ടും കൂടെ പറയുന്നുണ്ട്. ഇനി ഇത് സവാഅൻ അകാന മിൻകും അം മിൻ ഗൈരിക്കും, ഇപ്പോൾ നിങ്ങളിൽ നിന്നല്ല കുട്ടികൾ, വേറെ ആരുടെ ആരെങ്കിലും നിന്നുള്ള മക്കൾ ഉണ്ടായാലും അവർക്ക് മക്കളുണ്ട് കേട്ടോ. വേറെ ആരുടെയെങ്കിൽ നിന്നും മക്കളായിട്ട് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മക്കളായിട്ട് വരികയാണെങ്കിലോ, പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിൽ മക്കളുണ്ട്, പിന്നെ വേറൊരു കല്യാണം കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ഭർത്താവിനും ആ സ്ത്രീയുടെ സ്വത്തിന് എന്തുണ്ട്? അവകാശം ഉണ്ട്. അപ്പോൾ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ മക്കളില്ലെങ്കിലും ആ സ്ത്രീക്ക് മക്കളുണ്ടെങ്കിൽ എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർക്ക് മക്കളുണ്ട് എങ്കിൽ, അതാണ് ഇല്ലം യകുൻ ലഹുന്ന വലദുൻ, അവർക്ക് ഇങ്ങനെയൊന്നും മക്കളില്ലെങ്കിലാണ് നിങ്ങൾക്ക് എത്രയുള്ളത്? സ്വത്തിൻ്റെ പകുതിയുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വലാ യുഷ്തറത്തു ഫി സൗജ അൻ യകൂന മദ്ഖൂലൻ ബിഹാന, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്ക് വീട് കൂടി താമസിക്കാനൊന്നും അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഈ വിവാഹമാകുന്ന ഉടമ്പടി കഴിഞ്ഞാൽ തന്നെ ബൽ യക്ഫി മുജറദുൽ അഖ്ദ് എന്ന, വിവാഹമാകുന്ന ഈ ഉടമ്പടി കഴിഞ്ഞാൽ തന്നെ, അതിൻ്റെ മുമ്പ് ഭാര്യ മരിച്ചു എന്ന് വിചാരിക്കുക, ഉണ്ടാകാലോ. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരുമിച്ച് താമസിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഭാര്യയുടെ സ്വത്തിൽ ആർക്ക് അവകാശമുണ്ട്? ഭർത്താവിന്. ഇഷ്ടോ ശ്രദ്ധിക്കണല്ലേ? ഓക്കെ. ബൽ യക്ഫി മുജറദുൽ അഖ്ദ് എന്ന, അപ്പോൾ ഈ വിവാഹ ഉടമ്പടി, ഈ കരാറ് മാത്രം മതിയാകുന്നതാണ്. ഇനി ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലകുമുർ റുബു മിമ്മാ തറകൻ. ഫഇൻ കാന ലഹുന്ന വലദ്, അവർക്ക് കുട്ടികളുണ്ടെങ്കിലോ, നിങ്ങളുടെ ഭാര്യമാർക്ക് കുട്ടികളുണ്ട് എങ്കിൽ, ഈ പറഞ്ഞ പോലെ അവർക്ക് കുട്ടികളുണ്ട് എങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ? ഫലകുമുർ റുബു മിമ്മാ തറക്ന, അവരുടെ ഭാര്യമാരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് 1/4 ഉള്ളൂ. പരമാവധി എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? 4/1 എന്തായാലും കിട്ടും. 4/1 ഏതായാലും കിട്ടും. മക്കളില്ലെങ്കിലോ പകുതിയും കിട്ടുമെന്ന്. ബാക്കിയുള്ള സ്വത്ത്, അപ്പോൾ ബാക്കിയുള്ള സ്വത്ത് വലിയ ഖരീബ, മറ്റുള്ള അടുത്ത ബന്ധുക്കൾക്കായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മിൻ ദബിൽ ഫുറൂദ് വല അസബാത്ത്, ആദ്യം അസ്ഹാബുൽ ഫുറൂദിനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള. അസ്ഹാബുൽ ഫുറൂദ് നിർബന്ധമായും ഓഹരി കിട്ടേണ്ട ആളുകളുണ്ടല്ലോ, ആദ്യം അവർക്കാണ് ഓഹരി വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് അതിന് ശേഷമുള്ള അസബ ആളുകൾക്ക്. ഔ ദബിൽ അർഹാമി ഔ ലി ബൈത്തിൽ മാൽ, ഇവരൊന്നുമില്ല എന്ന് വിചാരിക്കുക. ഒരാളുടെ സ്വത്തിന് ഉടമാവകാശികളൊന്നും അല്ലെങ്കിൽ ആ സ്വത്ത് പിന്നെ എങ്ങോട്ടാ പോവുക? പൊതുഖജനാവിലേക്ക് ആ സമ്പത്ത് പോകും. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ എന്ത് ചെയ്യണം? വാരിസില്ല എങ്കിൽ, ഇതൊക്കെ വസിയത്ത്, ആരും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് അയാൾ വസിയത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കണം. ഇതൊക്കെ മിൻ ബഅദി വസിയ്യത്തിൻ. നമുക്ക് ഓരോ വിഭാഗത്തിൻ്റെ ഓഹരി പറഞ്ഞതിന് ശേഷം പഠിച്ചോൻ എന്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു? മിൻ ബഅദി വസിയ്യത്തിൻ യൂസീന ബിഹാ ഔ ദൈൻ. അവിടെ ഔ നവ എന്നല്ല പറയുന്നത്. ഔ എന്ന് പറയാൻ കാരണം ഇഷാറത്തുൻ ഇലാ അന്നഹുമാ മുത്തസാവിയാനി എന്നാണ് കേട്ടോ. രണ്ടും ഒരേപോലെ പരിഗണിക്കേണ്ടതാണ്. ഏത്? വസിയത്തും കടവും ഒരേപോലെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതിനാണ് ഔ എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു അതിനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളത്. വ എന്ന് പറയാതെ
യൂസീന ബിഹാ ഔദൈൻ. ഇനി നോക്കൂ, വലഹുന്നർ റുബു. ഇപ്പോൾ നമ്മളെ കാര്യമാണ് പറഞ്ഞത്, ഇനി ഭാര്യമാർക്ക് കിട്ടണ പറയണത്. ഇതുവരെ ഭർത്താക്കന്മാരുടെ അവകാശം പറഞ്ഞു. ഭർത്താക്കന്മാർക്ക് എത്ര ഓഹരിയുള്ളത്? പകുതി കിട്ടും, 1/4 കിട്ടും. പകുതിയും കിട്ടും, 1/4 കിട്ടും. അതിനെന്തില്ല, യാതൊരു മാറ്റവുമില്ല. കാരണം അവർ അസ്ഹാബുൽ ഫുറൂദാണ്, മുസ്ലിം. ഇനി ഭാര്യമാരുടെ ഓഹരിയെ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ, ചോദിച്ചു വാങ്ങിക്കോളണ്ടി. വലഹുന്നർ റുബു മിമ്മാ തറക്തും. അവർക്ക് ഭാര്യമാർക്ക് എത്രയുണ്ട്? നിങ്ങളുടെ സ്വത്തിൽ നിന്ന് 1/4 ഉണ്ട്. ഇല്ലം യകുൻ ലക്കും വലതും, നിങ്ങൾക്ക് മക്കളില്ലാതെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭാര്യയിലോ, ഇപ്പോൾ നിലവിലുള്ള ഈ ഭാര്യയിലോ അതല്ലാത്ത ഭാര്യമാരിലോ മക്കളുണ്ടാകാം. ആർക്ക്? പുരുഷനുണ്ടാകാം. അല്ലേ? അതൊക്കെ വലഹുന്നർ റുബു മിമ്മാ തറക്തും. നിങ്ങളുടെ സ്വത്തിൽ, നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന, വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ അവർക്കുള്ള ഓഹരി. ഇൻ ലം യകുൻ ലക്കും വലതുൻ, നിങ്ങൾക്ക് മക്കളില്ല എങ്കിൽ എത്രയാണ്? 1/4. അപ്പോൾ ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആ നിയമം തന്നെയാണ് ഇവിടെയൊക്കെ. അതായത് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ നമ്മൾ പറഞ്ഞില്ലേ? ലിദ്ദക്കർ, പുരുഷന് 2 സ്ത്രീകളുടെ ഓഹരിയാണ്. അപ്പോൾ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയാണ്. അത് ഭാര്യയും ഭർത്താവാണെങ്കിലും സ്ത്രീയും പുരുഷനും തന്നെയല്ലേ? അതേ ഓഹരിയാണ്, കണക്കാണ് ഇവിടെ. അത് ഓർത്താൽ മതി. ഇത് വളരെ സിമ്പിളായ സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് 1/4 ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ ആരുമില്ലെങ്കിൽ, ഫഇൻ കാന ലക്കും വലദുൻ, ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലോ, ഫലഹുന്നസ്സുമുനു മിമ്മാ തറക്തും, നിങ്ങളുടെ അനന്തര സ്വത്തിൽ അവർക്ക് 8/1 ഉള്ളത്. അപ്പോൾ 4/1 8/1. അപ്പോൾ 4/1 പകുതി എത്ര? 8/1 കിട്ടും. അപ്പോൾ നിങ്ങളുടെ അവകാശം അതിൽ അല്ലാഹു സ്ഥിരപ്പെടുത്തി. ഇതും നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ വാങ്ങേണ്ടത് മിൻബഅദി വസിയ്യത്തി യൂസി ബിഹാ ഔദൈൻ. കേട്ടോ? വസിയത്തും കടവും എന്ത് ചെയ്യണം? മരിച്ചു പോയ വ്യക്തിയുടെ വസിയത്തും കടവും മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം അത് കൊടുക്കാതെ, വസിയത്ത് നമ്മൾ മാറ്റി വെക്കാതെ, കടമിടപാട് വീട്ടാതെ ഒരിക്കലും ഈ സ്വത്ത് ഓരി വെച്ചെടുക്കുന്ന ഇതിൽ നമ്മളെന്തല്ല അവകാശികൾ, നമ്മൾ അനർഹമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ ആളുകൾ ഇപ്പോൾ കടമൊക്കെ, പ്രത്യേകിച്ച് വസിയത്തും അങ്ങനെ തന്നെ, അതെല്ലാം പറഞ്ഞ് രണ്ടും ഒരേപോലെ പ്രാധാന്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നുള്ളത്. പക്ഷെ വസിയത്തിൻ്റെ കാര്യമൊന്നും ഇത് ശരിക്കും എല്ലാവരോടും പറയണമെന്നില്ല. മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയുണ്ട്, എല്ലായിടത്തും ഉണ്ടാകും അത്, അല്ലേ? കടം മൂത്ത മകനൊക്കെ ഏറ്റെടുക്കും, അല്ലേ? എൻ്റെ ബാപ്പാക്ക് എന്തെങ്കിലും കടമിടപാടുകളുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഈ പറച്ചിലിൽ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, അവസാനിപ്പിക്കാൻ പാടില്ല. ചില ആൾക്കാർ ഇങ്ങനെ തമാശയായിട്ടുണ്ടെങ്കിലും കാര്യം തന്നെയാണിത്. എൻ്റെ ബാപ്പാൻ്റെ കടമിടപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂത്ത മകനായ എന്നോട് വന്ന് പറയണം എന്ന് പറയുമ്പോൾ സദസ്സിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പറയേണ്ടത്, ബാപ്പാൻ്റെ പോട്ടെ, ഓൻ്റെ എന്തെങ്കിലും തന്നാൽ മതി, ബാപ്പ മരിച്ചു പോയില്ലേ. ഇതൊരു സമൂഹത്തിലല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഓൻ്റെ കടമിടപാട് തീർത്തിട്ട് മരിച്ച ബാപ്പാൻ്റെ തീർത്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന രീതി ഉണ്ടാകരുത്. അതൊരു പറച്ചിലും ഒരു ഔപചാരികതയിലും മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമായിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. അതുമല്ല, നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രവാചകൻ്റെ ഉത്ബോധനമുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയാമോ ആരാണ് മുഫ്ലിസ്? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നിസ്വൻ എന്ന് പറഞ്ഞാൽ പാപ്പരായിപ്പോയ ആൾ നമ്മൾ പറയില്ലേ, ഒന്നുമില്ലാതെ പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായ ആളാന്ന് എന്ന് പറഞ്ഞാൽ ദിർഹം, പൈസ ഇല്ലാത്ത ആൾ, വലാ മതാ, ജീവിത വിഭവമില്ലാത്ത ആളാണ് റസൂലേ നമ്മുടെ കൂട്ടത്തിലെ പാപ്പരായവൻ.
അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണോ മൻ യഅതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഇങ്ങനെ കടന്നു വരും അയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാകും? ബി സ്വലാത്തിൻ വ സിയാമിൻ വ സകാത്തിൻ, ഒരുപാട് ആരാധനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിസ്കാരമുണ്ട്, അയാൾ നിർവഹിച്ച നിസ്കാരങ്ങളുണ്ട്, അയാൾ കൊടുത്തിട്ടുള്ള സക്കാത്തുണ്ട്, അത് നോമ്പുണ്ട്, അയാൾ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ വയത്തി, ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം വരുന്നത് വഖദ് ശതമ ഹാദാ, അയാൾ ഇന്നാലിന്ന വ്യക്തിയെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുണ്ട്. വഖദഫ ഹാദാ, മറ്റൊരാളെ ദുരാരോപണം നടത്തിയിട്ടുണ്ട്. മറ്റൊരാളെ കുറിച്ച് ഖദ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദുരാരോപണം നടത്തിയിട്ടുണ്ട്. വഅഖല മാല ഹാദാ, വേറൊരാളുടെ സ്വത്ത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിന്നിട്ടുണ്ട്. വസഫക ദമ ഹാദാ, വേറൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. വലറബ ഹാദാ, മറ്റൊരാളെ പ്രഹരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ തിന്മകളും അയാൾ അതോടുകൂടി ചെയ്തിട്ടുണ്ടാകും. പുണ്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പഠിച്ചോൻ ഈ ഇടപാട് വീട്ടുന്ന ഒരു രീതി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ തിന്നാലേ ഇതൊക്കെ ഇതേപോലെ സ്വത്ത് തിന്നത് മാത്രമല്ല, ഈ പറഞ്ഞ തെറ്റുകളും ദ്രോഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നാം വരുത്തി വെക്കുകയാണെങ്കിൽ ഫയുഅ്തി ഹാദാ മിൻ ഹസനാത്തിഹി വഹാദാ മിൻ ഹസനാത്തിഹി, ആരെക്കുറിച്ചാണോ ദുരാരോപണം നടത്തിയത് ആ ഇടപാട് പഠിച്ചോൻ വീട്ടുന്നത് ഇവൻ്റെ ഹസനാത്തുകളിൽ നിന്നാണ്. അവൻ ചെയ്ത ഹജ്ജായിരിക്കും പോവുക, അവൻ ചെയ്ത നിർവഹിച്ചിട്ടുള്ള ഉംറകളായിരിക്കും അവന് പോകുക, അവൻ നോറ്റ് വീട്ടിയിട്ടുള്ള നോമ്പുകളിൽ നിന്നായിരിക്കും അത് ഇടപാട് പഠിച്ചവന് വീട്ടുക, അവൻ കൊടുത്തിട്ടുള്ള സക്കാത്തുകളിൽ നിന്നായിരിക്കും അത് വീട്ടുക എന്നാണ്. അങ്ങനെ ഫൈൻ ഫനിയത്ത് ഹസനാത്തുഹു, എല്ലാവരുടെയും ഇടപാടുകൾ പരലോകത്ത് നമ്മൾ ചെയ്ത സുഹൃതങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു വിട്ടിയാൽ ഖബ്ല അൻ യുഖ്ലാമ അലൈഹി, അവൻ്റെ മേൽ വീട്ടപ്പെടാനുള്ള ഈ ബാധ്യതകൾ വീട്ടിയാൽ ഉഖിദ മിൻ ഖതായാഹുന്ന, എന്നിട്ടും കുറേ ഉണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യാന്ന്? നമ്മൾ ചെയ്ത ഹസനാത്തുകളൊക്കെ പോയി. എങ്ങനെ? മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുത്ത് പഠിച്ചവൻ. അവിടെ ഇതുകൊണ്ടാണ്, ഇവിടെയാണ് ദിർഹമും ദീനാറും ഉറുപ്പിയും കറൻസിയും ഡോളറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാം. പരലോകത്തെത്തിയാൽ കടം വിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹസനാത്തുമ്പിലാണ് പഠിച്ചവൻ കളിക്കുക. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അങ്ങനെ അവൻ്റെ പുണ്യങ്ങൾ മുഴുവൻ തീർന്നു പോയാൽ മറ്റുള്ള ആളുകളുടെ പാപങ്ങൾ ഇവൻ എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റെടുക്കേണ്ടി വരുന്ന, അങ്ങനെ ഒരാൾ പാപ്പരായി പോകുന്ന മുഫ്ലിസ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അത്ര ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്ത്? അനന്തരാവകാശം അവകാശികൾക്ക് കൊടുക്കാതെ. അതിങ്ങനെ ബാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി? 8-10 കൊല്ലായി കാണും. നിങ്ങളെ സ്വത്തിൻ്റെ കാര്യം എന്താണ്? ആ സ്വത്ത് വലിയ കാരണവരെ കയ്യിലാണ്, മൂപ്പരതുണ്ട് വിട്ടു തരണ്ടേ എന്ന് പറയുന്ന അതിൻ്റെ ഗൗരവം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അവകാശികളായ ആളുകൾക്ക് അത് കൊടുക്കേണ്ടത് ശരിക്ക് മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചേരേണ്ട കുടുംബയോഗത്തിൽ തീരുമാനമാകേണ്ടത് എന്തിൻ്റെ കാര്യമാണ്? മരിച്ചു പോയ വ്യക്തിയുടെ ബാപ്പയാണെങ്കിൽ ബാപ്പാൻ്റെ, ഉമ്മയാണെങ്കിൽ ഉമ്മാൻ്റെ വസിയത്തും കടവും അതാദ്യമായി വീട്ടുക എന്നുള്ളതാണ്. ഈ സാമ്പത്തികമായ ബാധ്യതകൾ കൃത്യമായി അത് നിർവഹിച്ചു തീർക്കുന്നതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അനന്തരാവകാശത്തെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഈ 2 കാര്യവും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, വേറെ ഇപ്പം 3 ആളുകളുടെ ഓഹരി കഴിഞ്ഞു. ആരതൊക്കെ? മക്കളത് കഴിഞ്ഞു, പിന്നെ മാതാപിതാക്കളുടെ കഴിഞ്ഞു, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ കഴിഞ്ഞു. ഇനി വേറെ ഒരു ഓഹരി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഇൻകാന റജുലുൻ യൂറസു കലാല, ഇനി ഏതെങ്കിലും ഒരു വ്യക്തി കലാലത്തായിക്കൊണ്ട് അനന്തരം എടുക്കുകയാണ് എങ്കിൽ, കലാലത്ത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ആൺകുട്ടികളോ പെൺകുട്ടികളോ പിതാവോ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതിനാണ് എന്താ പറയുക? അങ്ങനെ കലാലത്ത് ആയിക്കൊണ്ടൊരാൾ അനന്തരം എടുക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വൈൻകാന റജുലുൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ?
അതിന് ശേഷം നോക്കൂ, അവിംറഅത്തുൻ. യൂറസു കലാല എന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ട്? അവിംറഅത്തുൻ. അപ്പൊ അതെങ്ങനെ വായിക്കാം? വഇൻ കാന റജുലുൻ അവിംറഅത്തുൻ യൂറസു കലാല. കേട്ടോ? വഇൻ കാന റജുലുൻ അവിംറഅത്തുൻ. അപ്പോൾ ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കലാലത്തായിക്കൊണ്ട് അനന്തരം എടുക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ആരാണ്? പിതാവില്ല, അതേപോലെ തന്നെ മക്കളൊന്നുമില്ല, പിന്നെ ആരാണ് അയാൾക്കുള്ളത്? വലഹു അഖുൻ ഔ ഉഖ്തുൻ. ആരാണുള്ള അനന്തരാവകാശികളായിട്ടുള്ളത്? സഹോദരനുണ്ട്, അതേപോലെ തന്നെ സഹോദരിയാണ് ഉള്ളതെങ്കിൽ ഫലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്. അപ്പൊ ഇവർ രണ്ടുപേർക്കും ഉള്ള ഓഹരി എത്രയാണ്? ആകെ സ്വത്തിൻ്റെ 1/6. അപ്പോൾ സഹോദരനും സഹോദരിയും തുല്യ ഓഹരി ഇവിടെ വരുന്നുണ്ട്, അല്ലേ? ഇവിടെ ആണിന് പെണ്ണിന് വ്യത്യാസം ഉണ്ടല്ലോ? ഉണ്ടോ? ഇല്ല. അതാ ഫലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്. അപ്പോൾ ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് എങ്കിലാണ് ഇങ്ങനെ എത്ര വെക്കേണ്ടത്? 1/6 വെക്കേണ്ടത്. അതിൽ കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. അതാണ് പറയുന്നത്. ഫഇൻ കാനൂ അക്സറ മിൻ ദാലിക്. ഇനി അവർ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സഹോദരന്മാരും സഹോദരിമാരും ആണ് കലാലത്ത് ഏറ്റെടുക്കുന്നതെങ്കിൽ, അനന്തര സ്വത്ത് ഏറ്റെടുക്കുന്നതെങ്കിൽ ഫഹും ശുറകാഉ ഫിസ് സുലുസ്. അപ്പോൾ ഇവരെല്ലാവരും സ്വത്തിൻ്റെ 1/3 സമമായ അവകാശികളായിരിക്കും. ശുറക്ക എന്ന് പറഞ്ഞാൽ പങ്കാളികളാണ്. പങ്കാളികൾ എന്ന് പറഞ്ഞാൽ തുല്യ അവകാശമുള്ള പങ്കാളികളായിരിക്കും. അപ്പോൾ ആണിനും പെണ്ണിനും അവിടെ എത്രയായിരിക്കും അവകാശം? തുല്യമായ അവകാശമായിരിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്നോളൂ, ഇവിടെ നിന്ന് മിൻ ബഅദി വസിയത്തിൻ യൂസി ബിഹ ഔ ദൈൻ. ഇതും യൂസാ ബിഹ ഔ ദൈൻ. അപ്പോൾ ഇത് നോക്കൂ, വസിയത്തിന് ശേഷം അതേപോലെ തന്നെ കടം അതൊക്കെ നീക്കി വെച്ചതിന് ശേഷം ഇവിടെ അള്ളാഹു വേറൊരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗൈറ മുളാരിൻ. ഇതൊക്കെ ദ്രോഹകരമല്ലാത്ത രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കലാലത്തായി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള അവകാശികളില്ല. പിന്നെ ആരാളുള്ളത്? പടച്ചോ എല്ലാ സംഗതികളും അറിയാലോ. സഹോദരനോ സഹോദരിക്കോ പോകുന്നത്, ബന്ധുക്കളുടെ സഹോദരനോ സഹോദരിക്കോ ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്? അവർക്കല്ല സ്വത്ത് പോകുന്നത്. അപ്പോൾ അവർക്ക് സ്വത്ത് ലഭ്യമാക്കാത്ത രീതിയിൽ സ്വത്ത് വെക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ അള്ളാഹു പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ഓരി വെച്ചെടുക്കേണ്ടത് ഗൈറ മുളാർ, ദ്രോഹകരമല്ലാത്ത രീതിയിലായിരിക്കണം ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകമായി പറയുകയാണ്. അപ്പോൾ ഈ കലാലത്ത് സൂറത്തുൻ നിസാഇൻ്റെ അവസാനത്തിൽ പിന്നെ 175-ാമത്തെ ആയത്ത്, അതും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. 75-ാമത്തെ ആയത്തും കൂടി നിൽക്കാം. ഇവിടെ പറയുന്ന കലാലത്ത് മാതാവ് മാത്രം ഒത്തുവരുന്ന സഹോദരി സഹോദരന്മാരുടെ ഓഹരിയാണ് ഇവിടെ പറയുന്നത്. മാതാവൊത്ത സഹോദരി, മാതാവും പിതാവും ഒത്ത സഹോദരി സഹോദരന്മാരുണ്ട്, മാതാവ് മാത്രം ഒത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാതാവൊത്ത സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാതാവും പിതാവും ഒത്തതുണ്ടാകും, മാതാവ് മാത്രം ഒത്തതുണ്ടാകും. ഇവിടെ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മാതാവ് ഒത്ത സഹോദരി സഹോദരന്മാരെ ഈ സ്വത്ത് ഓരി വെക്കുമ്പോൾ, കലാലത്ത് എന്ന നിലയ്ക്ക് അവർ അനന്തരം എടുക്കുന്ന സന്ദർഭത്തിൽ ഓരി വെക്കുമ്പോൾ അവിടെ തുല്യാവകാശമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ധാരണയിലാണ് ചില സാധാരണക്കാരായ ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. ഉമ്മാൻ്റെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ ഓരിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ മനസ്സിലാക്കിക്കൊണ്ടാണ് സഹോദരി സഹോദരന്മാർക്ക്, ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർക്ക് എത്രയാണ് കൊടുക്കുന്നത്? തുല്യമായ ഓഹരി ആണിനും പെണ്ണിനും കൊടുക്കുന്നു. ആ ഉമ്മാൻ്റെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ഒരേ ഓഹരി വേണം. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിയമം ഇവിടെ ബാധകമല്ല എന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. എന്നാൽ അത് ശരിയായ ധാരണയില്ല. ഖുർആൻ അങ്ങനെ പറയുന്നില്ല. ഇവിടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ചില സ്ഥലങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? അതാ അറിയണ്ടേ? ഇല്ലല്ലേ? എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഓരി വെക്കും. ഇനി വേറൊരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇതല്ലാത്ത കേസിലും സാധാരണ ഓഹരി വെക്കുന്ന കേസിലും
സാധാരണ ഒരു ബാപ്പ മരിച്ചാൽ ആ ബാപ്പാൻ്റെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വത്ത് ഓരി വെക്കുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടി പറയാണ്, നമുക്ക് തുല്യമായി ബാപ്പാൻ്റെ സ്വത്ത് വീതം വെച്ചെടുക്കാം, ഞങ്ങൾക്കിപ്പോൾ ഇരട്ടി വേണ്ട, ഞങ്ങൾക്ക് കിട്ടുന്ന ആൺകുട്ടികൾക്ക് കിട്ടുന്ന അവകാശം പെൺകുട്ടികൾക്കും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരി വെക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല കേട്ടോ. അവർ സംതൃപ്തമായി സന്തോഷത്തോടു കൂടി ബാപ്പാൻ്റെ മക്കളായ നമുക്ക് ബാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ തുല്യമായ ഓഹരി വീതിച്ചെടുക്കാമെന്ന് അവർ പരസ്പരം സംതൃപ്തമായി തൃപ്തിപ്പെട്ട് ചെയ്യുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല. അതിന് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും തടസ്സവും നിൽക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് നോക്കൂ, വസിയ്യത്തും മിനല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശമാകുന്നു. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശമാകുന്നു ഇത്. ഇപ്പം ഇവിടെ നമ്മൾ ഈ കലാലത്തിൻ്റെ ഓരി വെച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഉമ്മ ഒത്ത സഹോദരന്മാർ അവരുണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി ഈ സൂറ നിസായിൻ്റെ അവസാനത്തെ ആയത്തൊന്നിടയ്ക്ക് 175 കേട്ടോ, 76 അല്ലേ? ഓക്കെ, സോറി. യസ്തഫ്തൂന, നബിയെ അവർ നിങ്ങളോട് മതവിധി തേടുന്നു. ഖുലില്ലാഹു യുഫ്തീക്കും, പറയുക അള്ളാഹു നിങ്ങൾക്കിതാ മതവിധി തരുന്നു. ഫിൽ കലാല, ഏത് വിഷയത്തിൽ? ഈ കലാലത്തിൻ്റെ വിഷയത്തിൽ. അത് കലാല എന്താണ് നമ്മൾ വിശദീകരിച്ചു. കലാല എന്താന്ന് ഇവിടെയും പറയുന്നത്. ഇനി ഇംറുഉൻ ഹലക്ക, ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയാണ് എങ്കിൽ, ഇനി ഇംറുഉൻ ഏതെങ്കിലും ഒരു വ്യക്തി ഹലക്ക, അയാൾ മരിച്ചു. ലൈസ ലഹു വലതുൻ, ആരില്ല? മക്കളില്ലാതെ മരിക്കുന്നു. വലഹു ഉഖ്തുൻ, എന്നാൽ ആ മരിച്ച വ്യക്തിക്കാരുണ്ട്, സഹോദരിയുണ്ട്. ആ ഒരു സഹോദരിയാണ് ഉള്ളതെങ്കിൽ ഫലഹ നിസ്ഫു മാ തറക്, അപ്പോൾ ആ ഒരു സഹോദരിക്ക് എത്ര കിട്ടും? ഈ മരിച്ച വ്യക്തി, അത് ആണായാലും പെണ്ണായാലും കേട്ടോ, ആണായാലും പെണ്ണായാലും സഹോദരിക്ക് നിസ്ഫു, പകുതി എവിടെ കിട്ടുന്നു. വഹുവ യരിസുഹാ ഇല്ലം യകുൻ ലഹാ വലദുൻ, അവർക്ക് മക്കളില്ല എങ്കിൽ അവരാകുന്നു ആ സ്വത്ത് അനന്തരമായി എടുക്കുന്നത്. ഇനി ഫൈൻ കാനത്ത ഇസ്നത്തൈനി, അവർ രണ്ടുപേരുണ്ട് എങ്കിൽ, ഒരു സഹോദരിയാണെങ്കിൽ എത്ര? പകുതി. രണ്ടുപേരാണ് എങ്കിലോ ഫൈൻ കാനത്ത ഇസ്നത്തൈനി ഫലഹുമ അസ്സുലുസാനി മിമ്മാ തറക്ക, 2/3 സുലുസാനി എന്ന് പറഞ്ഞാൽ 2/3. വൈൻ കാനു ഇഖ്വ, ഇനി അവർ ഈ പറഞ്ഞ ഒന്നുമല്ല അതേപോലെ തന്നെ രണ്ടുമല്ല, ഇഖ്വ അവർ സഹോദരങ്ങളാണ്. റിജാലം വനിസാഅൻ, എങ്ങനെ? സ്ത്രീകളും പുരുഷന്മാരുമായി 2-ലധികം സഹോദരങ്ങളാണ് എങ്കിൽ ഒരുക്കാൻ എളുപ്പമാണ്. ഫലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. അപ്പോൾ ഇവിടെ മാതാവും പിതാവും ഒത്ത സഹോദരന്മാർക്കിടയിൽ ഓഹരി വെക്കുമ്പോൾ എന്തുണ്ട്? ഓഹരിയിൽ വ്യത്യാസമുണ്ട്. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, അതുകൂടി മനസ്സിലാക്കാൻ അപ്പം തന്നെ പറഞ്ഞത്. അവസാനം ആദ്യം പറഞ്ഞ പിന്നെ മറക്കുന്നു കരുത്. നേരത്തെ ആദ്യ ഭാഗത്ത് പറഞ്ഞതാണെങ്കിലോ മാതാവൊത്ത സഹോദരന്മാർക്ക് ഓരി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ മാതാവും പിതാവും ഒത്ത സഹോദരന്മാരാണുള്ളത് എങ്കിൽ വൈൻകാനു ഇഖ്വത്തൻ റിജാലം വനിസാഅ, അപ്പോൾ ഓഹരി കൊടുക്കേണ്ടത് ഫലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത് അൻതളില്ലു, നിങ്ങൾ പഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓരി വെക്കുന്നിടത്ത് എന്ത് സംഭവിക്കാൻ പാടില്ല? പിഴവ് സംഭവിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാകുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, വല്ലാഹു അലീമുൻ ഹലീം എന്നാണ് അല്ലേ. ഈ ഓരോ ആയത്തും അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ അവൻ്റെ സിഫത്തുകളും അവൻ്റെ നാമങ്ങളും പറയുന്നിടത്തൊക്കെ ഓരോ കാര്യങ്ങളും ശരിക്കും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ വല്ലാഹു അലീമുൻ ഹക്കീം എന്നാണ് അല്ലേ.
അള്ളാഹു ഇതൊക്കെ അറിയുന്നവനാണ്, അവൻ യുക്തിമാനാണ്. ഇവിടെ എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല സർവജ്ഞനാണ്, ഹലീമാണ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ സഹനശീലനുമാകുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എത്രമേൽ പാലിച്ചു നടക്കുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നവനും നിരീക്ഷിക്കുന്നവനും എല്ലാം അറിയുന്നവനും അവൻ യുക്തിമാനും ഒക്കെയാണ്. അതേപോലെ തന്നെ അള്ളാഹു ആരും കൂടിയാണ്? സഹനശീലനുമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് കുട്ടിച്ചോറാക്കിയെന്ന് വിചാരിക്കുക. പടച്ചോൻ പറയാത്ത രീതിയിലാണ് ഇതൊക്കെ ഓരി വെച്ചത് എന്ന്. പെട്ടെന്നും ഒരു നടപടി, ശിക്ഷാ നടപടിയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, എടുക്കുക. പരലോകത്ത് ഇവിടെ പറഞ്ഞ മാതിരി നമ്മുടെ അമലായിരിക്കും അവിടെ പോവുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള, അതുകൊണ്ടാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹ് എല്ലാ കാര്യങ്ങൾക്കും ഇവിടുന്ന് തന്നെ നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾക്ക് ശിക്ഷ ഇവിടുന്ന് തന്നെ ഉടനെ കിട്ടും. ലാ യുആഖിദുഹുമുല്ലാഹു ബില്ലഗ്വി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന അതിരുവിട്ട പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരിക്കലും നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന 2-3 ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അല്ലാഹു നിശ്ചയിച്ച ഒരു അവധി വരെ അവൻ എന്ത് ചെയ്യുന്നു? പിന്തിപ്പിച്ചു. ലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബത്തിൻ എന്നൊരു രീതിയിൽ ഖുർആനിൽ ആയത്ത് കാണാൻ കഴിയും. ലോ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, മനുഷ്യർ ചെയ്യുന്ന ദുൽമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ പിടികൂടി ശിക്ഷിക്കാൻ നിന്നിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഭൂമുഖത്തൊരു ജീവിയും പിന്നെ അവശേഷിക്കില്ല. അത്ര ദുൽമ ആര് ചെയ്യുന്നുണ്ട്? മനുഷ്യന്മാർ ഈ ഭൂമുഖത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അവരോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവരുടെ പ്രകൃതിയോട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽമ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ജീവികളോട് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ദുൽമ ചെയ്യുന്നുണ്ട്. പഠിച്ചോനൊക്കെ അത് ഹലീമാണ്. പഠിച്ചോൻ എന്ത് ചെയ്യാണ്? അല്ലാഹു അലീമുൻ ഹലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും സഹനശീലനുമാകുന്നു എന്നാണ്. എന്നാൽ ചിലതിന് ഉടൻ കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യപൂർവം പറഞ്ഞ ഒരാളുണ്ട്. അതാരാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്നത് അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഹക്കാണ്, അല്ലേ? ഇവിടെ ജീവിക്കുന്നു എന്നതിന്, എന്തിനാണ് നമുക്ക് അള്ളാഹു ജീവിതം നൽകിയത് എന്നതിന് അള്ളാഹു ഈ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു നമ്മളെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു അവനെ മാത്രമല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യം പറഞ്ഞ് അള്ളാഹുവിനോട് ചേർത്ത് നിർത്തി പിന്നെ ആരെ കാര്യമാണ് പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണം? സുഹൃതം ചെയ്യണം. അപ്പോൾ മാതാപിതാക്കളോട് എന്തെങ്കിലും ദ്രോഹമോ അവരോട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അതവൻ അനുഭവിക്കും എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. ഇവിടുന്ന് തന്നെ അതിൻ്റെ സംഗതി കിട്ടും. സ്വന്തം പിതാവിനെ ചവിട്ടാൻ വേണ്ടി ഓങ്ങിയ കാലുണ്ടല്ലോ, പൊന്തിച്ച കാല്, അത് അധികം താമസിയാതെ തന്നെ മുറിഞ്ഞു പോയ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൂപ്പര് പിന്നെ നേരെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ പോയത്. പഠിച്ചോ വിചാരിച്ചാൽ ഒരു നിമിഷം വേണ്ട, ആ പൊങ്ങിയ കാലുകൊണ്ട് പിന്നെ അയാൾ നടന്നിട്ടില്ല. അതാണ് കുറേ പഠിച്ചോൻ എന്ത് ചെയ്യുന്നു? ചിന്തിപ്പിക്കുന്നു. എന്നാൽ ചിലതിനൊക്കെ ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അതാണ് അല്ലാഹു അലീമുൻ ഹലീം, അല്ലാഹു എല്ലാം അറിയുന്നവനും സഹനശീലനുമാകുന്നു. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഇതൊക്കെ അതിൻ്റെ ഗൗരവത്തെ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉണർത്തുന്ന ആയത്തുകളാണ്. തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം എന്താണ്?
അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളാകുന്നു. ഹദ് എന്ന് പറഞ്ഞാൽ എന്താ? പരിധി. അള്ളാഹ് കെട്ടിയ മതിലാണ്. അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളാകുന്നു. തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നിയമപരിധികളാകുന്നു. അത് വിട്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല എന്നാണ്. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ല. നാട്ടിലെ കാര്യങ്ങളല്ല, ഏടുകളിൽ ഖുർആനിൽ വേദനിയമങ്ങളിൽ എന്തുണ്ട് എന്നാണ് മുസ്ലിങ്ങളായ നമ്മൾ പഠിക്കേണ്ടതും പരിശോധിക്കേണ്ടതും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അങ്ങനെ അള്ളാഹുവിനെയും അവൻ്റെ തിരുദൂതരെയും വല്ലവനും അനുസരിക്കുന്നുവെങ്കിൽ അതായുതിഉ എന്താണ്? അനുസരിച്ചു. ഹദ് എന്നതിൻ്റെ ബഹുജനമാണെന്ത്? ഹുദൂദ്. പഠിച്ച പദം തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും വല്ലവനും അനുസരിച്ചാൽ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. സ്വർഗത്തെ പറ്റി പറയുമ്പോഴൊക്കെ അള്ളാഹ് എന്ത് പറയുന്നുണ്ട്? താഴ്ഭാഗങ്ങളിലൂടെ എന്ത് ഒഴുകുന്നുണ്ട്? അരുവികൾ. ഏതൊരു തോട്ടത്തിൽ ചെന്നാലും ഒരു അരുവിയുടെ സപ്പോർട്ടോടു കൂടിയുള്ള തോട്ടാണെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിനെ അത് കുളിർപ്പിക്കും, നമ്മുടെ കണ്ണിനെ അത് സന്തോഷിപ്പിക്കും, നമുക്ക് ആനന്ദം പകരും. ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളാണ് അല്ലേ? സ്വസ്ഥമായി മനുഷ്യന് പോയിരിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ത്? ഇതുപോലെയുള്ള തോട്ടങ്ങൾ. നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നു അല്ലേ? ഒറിജിനൽ ഉണ്ട് ഇവിടെ, പക്ഷെ മനുഷ്യന്മാർ ഒറിജിനലിനെ വിട്ടിപ്പോൾ ഏതാ പോകുന്നത്? ആർട്ടിഫിഷ്യൽ. അവിടെ വേറെയും കുറേ സംഗതികൾ ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരായിരിക്കും. മിൻ എന്ന് പറയുന്നുണ്ട് അവിടെ അല്ലേ? തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, മിൻ തഹ്തിഹ എന്ന് പറയുന്നുണ്ട്. മിൻ വന്നത് കൊണ്ടാണ് തഹ്തി എന്ന് പറയുന്നുണ്ട് അല്ലേ? മിൻ ഒഴിവാക്കി എങ്ങനെ പറയാം? മിൻ പറഞ്ഞത് കൊണ്ടാണ് തഹ്തി എന്ന് വരുന്നത്. മിൻ ഒഴിവാക്കിയാലോ തഹ്തഹൽ അൻഹാർ. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ മിന്നില്ലാതെ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തില്ല? ഒരൊറ്റ സ്ഥലത്ത് മാത്രമല്ല. അതെന്താണ്? ഏതാണ് അറിയോ? സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്താണ്. നോട്ട് ചെയ്തു, പരിശോധിച്ചാൽ മതി. സൂറ തൗബയിലെ 100-ാമത്തെ ആയത്തിൽ എന്തില്ല? മിന്നില്ലാതെ തജ്രി തഹ്തഹൽ അൻഹാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്ഷരങ്ങളിലും അതിൻ്റെ പ്രയോഗങ്ങളിലൊക്കെ എണ്ണം ഒക്കെ പഠിച്ചോ വിചാരിച്ച മാതിരി എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ അതിലെ ഓരോ അക്ഷരങ്ങളെയും, അതിൻ്റെ ഓരോ കെലിമത്തുകളെയും, പദങ്ങളെയും, അതിൻ്റെ ഓരോ ആയത്തുകളെയും, മാത്രമല്ല അതിൻ്റെ പാരായണ നിയമത്തിലുള്ള ആശയവ്യാപ്തിയെ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്, മുഅ്ജിസത്തെ. ഈ മുഅ്ജിസത്തിൻ്റെ മഹത്വം മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല. മൂസാ നബിയുടെ വടി മുഅ്ജിസത്തല്ലേ അല്ലേ? മൂസാ നബി അലൈഹിസ്സലാം മരിച്ചതിന് ശേഷം ആ വടി ഇനി കണ്ടു കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയിട്ടില്ല കേട്ടോ, അവിടെ ക്ലാസ്സിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ട. ചക്കൻകടവ് മൂസാ നബിയുടെ വടി കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ട. എന്നാൽ മൂസാ നബി ഉപയോഗിച്ചതുപോലെ അതിനെ ഉപയോഗിക്കാൻ ഇന്ന് നമുക്ക് കഴിയോ? ഇല്ല. മൂസാ നബി തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വടിയും കൊണ്ട് മുപ്പരിങ്ങനെ വിചാരിച്ച മാതിരി നടത്തിയിട്ടുണ്ടോ? പഠിച്ചവനക്കൊരു വടി എന്നിട്ടുണ്ടെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. അതാണ് മുഅ്ജിസത്ത്. പ്രവാചകന്മാരുടെ മരണശേഷം എന്ത് ചെയ്തു? അതിൻ്റെ ശക്തി പോയി, ഇനി അതില്ല. അവർ ജീവിച്ചിരിക്കുമ്പം തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച്, അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് പാറമ്മലടിക്കും എന്ന് പറഞ്ഞപ്പോൾ 12 ഗോത്രങ്ങൾക്ക് അതാ 12 ഉറവകൾ, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്ന ടീമാണ് ബനി ഇസ്രായേൽ. 12 ഉറവകൾ ഒരു പാറയിൽ നിന്നതാണ്. അതേ വടി കൊണ്ട് തന്നെയാണ് കടലിനെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് പിളർന്നു. കത്തൗദിൽ അലീം, വലിയ പർവ്വത സമാനമായ രീതിയിൽ തിരമാലകൾ 2 ഭാഗത്ത് മാറി നിന്നു എന്നൊക്കെ ഖുർആൻ പറയുന്നു. ഈ വടി നിലത്തിട്ടപ്പോഴാണ് എന്ത് ചെയ്തത്? അത് പാമ്പായി വന്നത്. വമാ തിൽക ബിയമീനിക യാ മൂസാ ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശ് ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മാരിബു ഉഖ്റാ എന്ന് പറഞ്ഞില്ലേ? മൂസാ നബിൻ്റെ വടി എത്ര പ്രിയപ്പെട്ട വടിയായിരുന്നു. എത്ര കൊല്ലം ആടിനെ മേക്കാൻ ഉപയോഗിച്ച വടിയാണ്.
എത്ര കൊല്ലാണ് പറയണം? 10 കൊല്ലം. 10 കൊല്ലം. ആ 10 കൊല്ലം സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. 10 കൊല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിയർപ്പൊഴുക്കിയിട്ട് ആടിനെ മേച്ച് അവിടുത്തെ ആ ഫാമൊക്കെ നോക്കി നടത്തി. ആര്? ഷുഐബ് അലൈഹി സ്വലാമിൻ്റെ ഫാമിൻ്റെ ഫുൾ MD ആയിരുന്നു. ആര്? മൂസാ അലൈഹി സ്വലാം. 8 കൊല്ലം 10 കൊല്ലം പൂർത്തിയാക്കിയ തിരക്കേടില്ല എന്ന് പറഞ്ഞപ്പോൾ 10 കൊല്ലം തന്നെ പൂർത്തിയാക്കി. 2 പെൺമക്കളാണുള്ളത്. നിനക്കിഷ്ടമുള്ള പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു തരാം, ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. ആ 10 കൊല്ലം തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അത് ആ പണി ചെയ്തതിന് ശേഷമാണ് പത്നിയെയും കൂട്ടി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോഴാണ് അള്ളാഹു ദറജ കൊടുക്കുന്നത്. ഏത് ദറജ? പ്രവാചകത്വത്തിൻ്റെ ദറജ. എന്താ മൂസേ നിന്റെ കയ്യിലെന്ന് ചോദിക്കുന്നു. ഖാലഹിയ അസായ, അതെൻ്റെ വടിയാണ് റബ്ബേ, അത്തവക്കഉ അലൈഹ, അതുകൊണ്ട് ഞാൻ പിടിച്ചു നടക്കുന്നു. 10 കൊല്ലം മേച്ച് നടക്കണ്ടേ? അപ്പോൾ എത്രയോ താഴ്വരകളെ അദ്ദേഹം താണ്ടിപ്പോയിട്ടുണ്ട്. എത്രയോ കാടുകളിലൂടെ അദ്ദേഹം കാൽനടയായി നടന്നു തീർത്തിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ആടുകളെ മേച്ചൊക്കെ നടന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആടുകൾക്ക് പച്ചിലകൾ വീഴ്ത്തിക്കൊടുത്ത വടിയാണ് റബ്ബേ ഇത്, ഇതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിക്കുന്നു എന്നാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ, ആൻസർ എസ്സേ ടൈപ്പാണ്. കാരണം എന്താ? അള്ളാഹിനോട് വർത്താനം പറഞ്ഞിട്ട് കൊതി തീരുന്നില്ല. ആർക്ക്? എന്താ നിൻ്റെ കയ്യിൽ പറഞ്ഞാൽ അതിൻ്റെ വടിയാണ് പറഞ്ഞ പോരെ? കാരണം 100-ൽ 100 മാർക്ക് പോയി. പക്ഷെ അള്ളാഹിനോടല്ല വർത്താനം പറയുന്നത്. അതുകൊണ്ടാണ് ഞാനതുകൊണ്ട് കുത്തിപ്പിടിച്ചു നടക്കും. പിന്നെ ആടുകൾക്ക് അത് പച്ചിലകളൊക്കെ വീഴ്ത്തി കൊടുക്കും റബ്ബേ എന്ന്. എന്നിട്ട് പറയാണ്, എന്നാൽ അൽഖിഹായ മൂസ, മൂസ അത് ഇടൂ എന്ന് പറയുന്നു. ഫൽഖാഹ, അപ്പോൾ മൂസാ നബി എടുക്കുന്നു. ഫൈദാ ഹിയ ഹയ്യത്തുൻ, അപ്പോഴതാ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പായി മാറുന്നു. പേടിയുണ്ടാകുമോ മൂസാ നബിക്ക്? സ്വന്തം കയ്യിലുള്ള വടിയാണ് എന്തായത്? പാമ്പായത്. ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസ എന്ന് സ്ഥലത്ത് പറയുന്നുണ്ട്. ഇത് സൂറത്ത് ത്വഹയിലാണ്. മൂസാ നബി തൻ്റെ ഭയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴാണ് പേടി ഉണ്ടായപ്പോൾ അല്ലാഹ് പറയാണ്, ഖുദ്ഹ, പിടിക്ക്. ഏത്? വടിയോ? ഏതിനെ പിടിക്കാൻ പറയുന്നത്? പാമ്പിനെ. വലാ തഖഫ്, പേടിക്കണ്ട, പഠിച്ചോനെ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഖുദ്ഹ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ, അതിൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ അതിനെ നിനക്ക് മാറ്റിത്തരും. അപ്പോൾ അള്ളാഹിൻ്റെ കൺട്രോളിൽ, അള്ളാഹിൻ്റെ മേൽനോട്ടത്തിൽ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മുഅ്ജിസത്തായി കൊടുക്കുന്ന കാര്യങ്ങൾ പോലും അമ്പിയാക്കൾ നിർവഹിക്കുന്നതും അവർക്കത് സാധ്യമായി തീരുന്നതും. അതിനുശേഷം പിന്നീടുണ്ടോ? ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ജിന്നുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെ നമുക്കിങ്ങനെ മറ്റേ ജോലിക്ക് അവരെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നടക്കുന്ന കാര്യമല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്ത് അതോടുകൂടി തീർന്നുപോയി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എന്തിനാ അത് പറയുന്നതെന്നോ? നമ്മുടെ കയ്യിലുള്ള കിതാബില്ലേ, ഏത്? ഈ ഖുർആൻ. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഇതിൻ്റെ എല്ലാവിധ അമാനുഷികമായ സിദ്ധികളും കഴിവുകളും ലോകാന്ത്യം വരെ അത് പ്രോജ്വലമായി നിൽക്കും. ഇത് അണഞ്ഞു പോകാനുള്ളതല്ല, ഇത് ജ്വലിച്ച് നിൽക്കാനുള്ളതാണ്, ഇത് ഉയർന്നു നിൽക്കാനുള്ളതാണ്, മനുഷ്യൻ്റെ മനസ്സിന് വെളിച്ചം പകരാനുള്ളതാണ്, അവരുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണെന്ത്? ഖുർആൻ. ഇതാണ് മുഅ്ജിസത്ത്. ഇത് മനുഷ്യന്മാർ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ അഹലുകാരായ ആളുകൾ ഇതിൻ്റെ വില മനസ്സിലാക്കണ്ടേ? നമ്മളിത് തൊട്ടാൽ കണ്ണ് പൊട്ടുന്ന അപ്പോഴും പറയും, നിങ്ങൾക്ക് തൊടാൻ പാടില്ല, നിങ്ങളെ കണ്ണ് ഇത് കണ്ണ് തുറപ്പിക്കുന്ന കിതാബാണ് എന്നുള്ളത് ഈ സാധുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയും കൂടി ആർക്കുണ്ട്? നമുക്കുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ്റെ ഓരോ സംഗതി എങ്ങനെയാണ്, എന്ത് വിഷയത്തിൽ നിന്നാണ് ഞാൻ വന്നത്? തിൽക ജന്നാത്തുൻ തജ്രി, തൗബയിലായത്ത് പരിശോധിച്ചു നിങ്ങൾ? ക്ലിയർ അല്ലേ? അതിനേ ഉള്ളൂ. ഖുർആനിൽ ഒറ്റ സ്ഥലമുള്ളൂ മിന്നില്ലാതെ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കി, നമ്മൾ തജ്വീദ് നിയമം, നമ്മൾ പഠിച്ച തജ്വീദ് നിയമം ഉണ്ടല്ലോ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മോനോട് നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ കയറാൻ പറയുന്ന രംഗം പറയുന്നുണ്ട് അല്ലേ? യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇർക്കബ്, ബാനെന്താണ് അവിടെ? അപ്പോൾ ഹർഫുൽ ഖൽഖലിയാണിത്. സാക്കിനായ ബാ അല്ലേ? സാക്കിനായ ഖുതുബുജദ്, ഖാഫ് ത്വ
ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളും സാക്കിനായി വരുമ്പം അവിടെ എന്താണ് അത് ഹുറുഫുൽ ഖൽഖല എന്ന നിലക്ക് കട്ടിയിൽ എന്ത് ചെയ്യണം, അത് ഉച്ചരിക്കണം എന്നാണ് തജ്വീദ് നിയമം അല്ലേ. എന്നാൽ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഖുർആൻ ബാ മീമിൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയുന്നൊരു സ്ഥലമാണിത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മോനോട് കപ്പലിൽ കയറാൻ പറയുന്ന രംഗം. അവിടെ തജ്വീദ് നിയമത്തെയും ആ ഖുർആനിൻ്റെ ആ കൊച്ചു വാക്ക് ആയത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് നമുക്ക് പ്രതിഫലിപ്പിച്ചു തരുന്ന, പ്രകാശിപ്പിച്ചു തരുന്ന ആശയത്തിൻ്റെയും മനോഹാരിതയെ അത് വ്യക്തമാക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ നോക്കൂ നിങ്ങൾ, യാ ബുനയ്യർകബ് മഅന എന്നാ ഓതത്. യാ ബുനയ്യർകബ് മഅന എന്നല്ല അവിടെ ഓതേണ്ടത്. യാ ബുനയ്യർകബ് മഅന. എന്നിട്ട് അതിന് തഫ്സീർ കൊടുത്തത് എന്താണെന്നോ, യാ ബുനയ്യർകബ് മഅന എന്ന് ഖൽഖലത്ത് ഉച്ചരിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാമക്ക് നേരമില്ല. തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, അള്ളാഹിനോട് ധൃതിപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെന്ന്. പിന്നെ മഅന എന്നുള്ള മീമില്ലേ, സദ്ദുള്ള മീമും നൂനുമേ മാണിച്ചോ, ഒച്ച ഉയർത്തി മൂക്കിനാൽ മാണിച്ചോ. നമ്മൾ നിയമം പഠിച്ചു, നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലേ? സദ്ദുള്ള മീമും നൂനും എന്ത് ചെയ്യണം, മണിച്ചോതാണ്. അപ്പൊ ഇർക്കം മഅന, ആ മീം അങ്ങനെ മണിച്ചു ഓതുന്നതിൽ എന്തുണ്ട്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ തൻ്റെ മകനോടുള്ള അനുകമ്പയും ദയാവായ്പും ആ സ്നേഹവാത്സല്യവും ആ മീമിൻ്റെ സദ്ദിൽ ആശയതലത്തിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തഫ്സീറുകളാണത്. ആ ഖുർആൻ്റെ ഓരോ സംഗതിയും ഇപ്പം നോക്കൂ നിങ്ങൾ, സൂറ അൽ ഫാത്തിഹ, സൂറ ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട്? 7 ആയത്തുണ്ട് അല്ലേ? എത്ര കൊല്ലായി നമ്മൾ ഓതാൻ തുടങ്ങുന്നുണ്ട് ഓരോ സംഗതി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയോ ഞാൻ എത്ര കൊല്ലമായി ഇവിടെ ക്ലാസ്സിൽ വരുന്നത്? അറിയോ അറോൻ സാഹിബ്? നിങ്ങൾക്കറിയോ? ഇല്ല, മൂപ്പര് ഇവിടെ വന്ന് 1 മണിക്കൂർ ഇവിടെ നിന്ന് മൂപ്പര് പോകും. നമ്മളറിയണില്ലേ? 10, 13 എത്ര കൊല്ലായി? 12 കൊല്ലമായി ഞാൻ ഇവിടെ. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ, അള്ളാഹ് കൃപ ചെയ്തിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വേറെ സംഗതികളോ അത്യാവശ്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. തുടങ്ങിയിട്ടുണ്ടോ? 12 കൊല്ലമായിട്ടുണ്ട്. പക്ഷെ ആമീൻ ആമീൻ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എന്താണെന്നോ, പക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ. എന്നെ പറ്റി എന്താ നിങ്ങൾക്ക് അറിയില്ല. അതാണ് മനുഷ്യന്മാരെ കഥ. നമ്മൾ അടുത്തറിയണില്ല, ആരുമായും അധികം എന്ത് ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത്. സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയോ എന്ന് ചോദിച്ചാൽ എന്താ മൗലവി നിങ്ങൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക? അറിയില്ല നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചാൽ അല്ലേ, ഒരു ദിവസം തന്നെ 17 തവണ നിർബന്ധമായും. ഇപ്പോൾ ദുഹാക്ക് നിസ്കരിച്ചോല് ചിലരുണ്ടാവും, ചിലർ നിസ്കരിക്കാക്കണവരുണ്ടാവും. അങ്ങനെയുള്ള സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകളൊക്കെ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ എത്ര തവണയാ റബ്ബേ ഒരു ദിവസം തന്നെ നമ്മൾ ഫാത്തിഹ ഓതുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിർബന്ധം 17 തവണ ഏതായാലും ഉണ്ട്. 17 തവണ ആവർത്തിച്ച് നിർബന്ധമായും നമ്മൾ ഉരിയാടേണ്ട ഈ സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട്? നിങ്ങളെല്ലാവരും പറഞ്ഞു അൽഹംദുലില്ലാ. എത്ര ഉണ്ട്? 7. അതിലെത്ര കെലിമത്തുണ്ട്? അപ്പോൾ ആ സൂറത്തിനെ നമ്മൾ അറിയാണ്. കെലിമത്ത് പറഞ്ഞ ഒരു പദം. അൽഹംദു എന്നുള്ളത് ഒരു കെലിമത്താണ്, ലില്ലാഹി ഒന്നാണ്. അങ്ങനെ എത്ര കെലിമത്തുണ്ട് പറയ്? അപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇന്നെ അറിയാത്ത പോലെ തന്നെ കേട്ടോ. 25 കെലിമത്തുകളുണ്ട്. ഇനി ഒന്നും കൂടി അറിയാം. അടുത്ത ഓരോ സാധനത്തിനും ഇങ്ങനെ ശരിക്കും നമ്മൾ അറിയണം, ഇങ്ങനെ അറിയണം. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ഹർഫുകളുണ്ട്? എത്ര അക്ഷരങ്ങളുണ്ട്? അക്ഷരങ്ങൾ കൂടിയാണ് കെലിമത്ത് ഉണ്ടാകുന്നത്. കെലിമത്ത് കൂടിയാണ് എന്തുണ്ടാകുന്നത്? ആയത്ത് ഉണ്ടാകുന്നത്. നമ്മൾ ആയത്ത് നോട്ട് ചെയ്തു. മൗലയും പുരതരക്കേടിൽ എത്ര ഉയരും കേട്ടോ. അത് മാത്രമാണ് നമ്മളെ മനസ്സിലുള്ളത്. എത്ര ഹർഫുകളുണ്ട്? അത് മനസ്സിൽ നിന്ന് പോകാതെക്കാൻ ഞാനൊരു ക്ലൂവും കൂടിയും തരാം കേട്ടോ. എന്താണെന്നോ, ഖുർആനിൽ ആകെ എത്ര സൂറത്തുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. എത്രയുണ്ട്? 114 -1 എത്രയാണ്? 113 അക്ഷരങ്ങളാണ് എന്തിലുള്ളത്? ഫാത്തിഹയിൽ. ഇനി മറക്കണ്ട. ഇനി സൂറത്തുൽ ഫാത്തിഹ എന്താണെന്ന് നമ്മൾ പഠിച്ചു തന്നിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ?
അറിഞ്ഞാൽ നമ്മളതിനെ വിടൂല. അത് ഓതുമ്പോൾ നമ്മളെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരും. അപ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിന് ജീവൻ ഉണ്ടാകുക, നമ്മുടെ സുജൂദിനും റുക്കൂഇനും ജീവൻ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാലിദീന ഫിഹാ, നമ്മൾ എങ്ങോട്ട് പോകണം? ആ സ്വർഗ്ഗലോകത്തേക്ക് പോകണം. അനശ്വരരായി അള്ളാഹുവിൻ്റെ അനശ്വര സുഖാനന്ദത്തിൻ്റെ അനുഭൂതികൾ നിറഞ്ഞൊഴുകുന്ന ആ സ്വർഗീയ ലോകത്ത് അധിവസിക്കാൻ നമുക്ക് കഴിയണം. വദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹോന്നതമായ വിജയം. അള്ളാഹു ആ മഹോന്നത വിജയം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പരക്കമ്പാച്ചിലിനിടയിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട് റബ്ബേ. നിൻ്റെ കാരുണ്യം കൊണ്ട് ഫضل കൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.